അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ചായക്ക് കടി കലക്കി പാർന്ന ദോശയാണ്. ചോറ്റിക്ക് കൂട്ടാൻ മോര് കറി വെക്കണുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങി മുട്ടിമ്പാടെ പേരി വെക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഷവർമ്മയുടെ എല്ലാം ഉണ്ടോ. കോയിറച്ചിയൊന്നും വല്ലാതെ വാങ്ങൂല. അപ്പം ഷവർമ്മയുടെ എല്ല് കൊടുന്നിട്ടുണ്ട്. അതിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ലൊരു ഫ്രൈ പോലെ ഒരു കറിയും വെക്കണം കരുതുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം. അപ്പോൾ ഇവർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പായിൽ തന്നെ വന്ന് കടന്നിക്കണ്ടെന്ന് പായും പുതപ്പൊന്നും മടക്കി വെച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ പായ് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പണി എളുപ്പം കഴിയൂല എന്നൊരു തോന്നലുമാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നേരാക്കി വന്നിങ്ങാണ്ട് ഞാനിതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. നമ്മളപ്പം ഉണ്ട് ഇവിടെ. അപ്പം ഉപ്പാക്ക് നേരത്തെ തന്നെ ചായ കൊടുക്കാമല്ലോ ഒരുക്കത്തിലാണ്. ഉപ്പാക്ക് ചായ നേരത്തെ കിട്ടിയ അത്രയും നല്ലതാണ് കേട്ടോ. കട്ടൻ ചായ അല്ലേ രാവിലെ തന്നെ കുടിച്ചിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇറച്ചി മീനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടേച്ചു. അപ്പത്തേക്കുള്ള കറിയാണ് കേട്ടോ നമ്മളെ ഷവർമ്മയുടെ എല്ല് കൊടുന്ന് വെച്ചിട്ടുള്ളത്. അതാണെങ്കിൽ വേറിട്ട് കിട്ടണില്ല. അപ്പം ഞാൻ എളുപ്പം എന്താട്ടി ഉള്ളി നേരാക്കി വെച്ചു. പിന്നെ മുട്ടയും മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കാണ്ടോ. അത് ഇന്നലെ നേരാക്കി വെച്ചാണ്. വെക്കണ നേരത്തെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് നല്ലത്. മുരിങ്ങൻ്റെ ഇലയൊക്കെ ഊരി വെച്ചിട്ട് ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുരിങ്ങക്കൊരു പനി വരാണ്ട്. ആ ഒരു ചൊയര് ശരിയല്ല. അങ്ങനെ ഇതാ ഉപ്പാക്കില്ല ചായ റെഡി ആയിട്ടുണ്ട്. അതൊന്നും കൊണ്ടേ കൊടുക്കട്ടെ. കാരണം ഭയങ്കര സ്ട്രോങ് വേണം കേട്ടോ ചായ. ഞാനാണെങ്കിൽ വല്ലാതെ പൊടി ഇടൂല. അതിന് ശേഷം ഇതാ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒന്നിച്ചങ്ങോട്ട് വെച്ചിക്കാണ്. എല്ലാതും പാടെ ഒപ്പം അങ്ങോട്ട് വാടി ആയിക്കോട്ടെ. വാട്ടി നിൽക്കാൻ നേരമില്ല. വത്തള് നേരാക്കാണ്ട് മുറ്റടിച്ചാണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ വത്തള് നേരാക്കാൻ എനിക്ക് വലിയ ഇടങ്ങറൊന്നുമില്ല കേട്ടോ. പൊരിച്ചാനാണെങ്കിൽ പെട്ടെന്ന് പണി കഴിച്ചും. വത്തളിൻ്റെ തല കൈകൊണ്ട് ഇങ്ങോട്ട് നുള്ളിടും. കത്തിയൊന്നും എടുക്കൂല. വാലൊന്നും മുറിച്ച് കളയലില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ച് കല്ലിപ്പം അങ്ങോട്ട് ഇട്ടിട്ട് നല്ല അങ്ങോട്ട് ഒരതും. ഒരതിങ്ങാണ്ട് കഴുകി വെള്ളം വാർത്തിട്ട് നമ്മൾ മീൻ പൊരിച്ച് കഴിയുമ്പോൾ വത്തളിന് വാലൊന്നും കാണൂല കേട്ടോ. കറി വെക്കാനാണെങ്കിൽ പിന്നെ വത്തളിൻ്റെ വാലൊക്കെ ഒന്ന് മുറിച്ച് കളയണത് നല്ലതുമാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ കുക്കർ 2 വിസിലടിച്ചു. അപ്പം അത് മാങ്ങി വെച്ചിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ഇനി മുറ്റൊന്ന് അടിച്ചട്ടെ. കാരണം മഴക്കാലമാണ്. നമ്മൾ ഒഴിവിനനുസരിച്ച് ചെയ്യുക. പിന്നെ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല കേട്ടോ. എനിക്ക് ഈ മുറ്റടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. നമ്മൾ അകൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ചപ്പ് കാണുമ്പോ മനസ്സിന് സുഖം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, തിരുമ്പല്ലതൊക്കെ ഇതാ സോപ്പും പൊടിയിൽ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ തിരുമ്പല് അരിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ചിലപ്പോൾ നേരം വെക്കും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്തിക്കണത്. പിന്നെ ഇതാ ചോറിനുള്ള അരിയൊക്കെ എടുത്തുങ്ങാണ്ട് വന്നിട്ട് ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കിട്ടോ. വെള്ളം ഒന്നും പാടെ കായാനുണ്ട്. നല്ല തിളച്ചിട്ട് അരി ഇട്ട് കൊടുത്താൽ എളുപ്പം ചോറ് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയിൽ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിതാ നമ്മൾ ഈ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കണത്. ഇതുകൊണ്ടൊക്കെ കറി വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം ഞാൻ വേറൊരു മസാല ഇതിൽ ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടിയോ മുളകും പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതൊരു പാക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം നല്ല തീയൊക്കെ കുറച്ച് വെച്ച് വാട്ടുക. അതിലിടക്ക് ഇതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. അതും പാടെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല വാട്ടിയതിന് ശേഷം നമ്മൾ ഈ എല്ലാം നയിക്ക് ഇട്ട് കൊടുക്കട്ടോ. ഈ ഷവർമ്മയുടെ എല്ലാം നിങ്ങൾ ആരെങ്കിലും തിന്നിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതുകൊണ്ട് കേട്ടോ. തിന്നിട്ടില്ലെങ്കിൽ വാങ്ങിയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നല്ല രസമാണ്. ഇനി നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് നമ്മളെ കളിയാക്കാനൊന്നും നിൽക്കണ്ട. ഞമ്മക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല. ആദ്യമൊക്കെ എപ്പോഴും കൊടുന്നിരുന്നു കേട്ടോ. നമുക്ക് ഈ തുണ്ടിറച്ചിനെക്കാട്ടും നല്ലതാണ് ഈ എല്ലിങ്ങനെ കടിച്ചു മുറിച്ച് തിന്നണത്. അങ്ങനെ അതൊക്കെ മസാല കൂട്ടി റെഡിയാക്കി ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. തോനെ വിസിലടിച്ചോളൊന്നും നിൽക്കൂല. ഒരു 2 വിസിലടിച്ചിട്ട് പിന്നെ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കത്തിച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. നല്ല സർന്നന കറി വെക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ട് പായൊന്ന് മടക്കിയേക്കട്ടെ. ഇനി ഓല ഇവിടെ കടത്തിയാൽ ശരിയാവില്ല. കാരണേ ഇനി ഞാൻ അങ്ങോട്ട് തിരുമ്പാൻ ഇറങ്ങും ചെയ്യും. ഓല അവിടെ നിന്ന് കടന്ന് അങ്ങോട്ട് ഉറങ്ങിയാൽ പിന്നെ നമ്മൾ ഔത്ത് കയറി വിളിച്ചുണ്ടായി കണ്ണിന്നൊക്കെ ഉറക്കം പോയി കുളിച്ച് വരുമ്പോഴത്തേന് ഒരുപാട് നേരമാവും. അതിലിടക്ക് ഞാനും വത്തള് മീനൊക്കെ ഇതാ നേരാക്കി കൊള്ളുന്ന ഇപ്പൊക്കെ ഇട്ട് കേക്കിങ്ങാണ്ട് ഇതാ കായം കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 ദോശ ചുട്ടിട്ടു. അപ്പം എനിക്ക് തോന്നി ഇനി ദോശ ചുടാൻ നിന്നിട്ടുണ്ടെങ്കിൽ തിരുമ്പൽ അവിടെ കിടക്കും. അപ്പം നമുക്ക് ആദ്യം തിരുമ്പി വരിക, എന്നിട്ട് ഇങ്ങോട്ട് ബാക്കിയുള്ളത് ചെയ്യാലോന്ന്. അങ്ങനെ 2-3 ദോശ ചുടൽ കഴിഞ്ഞ് തിരുമ്പലും കഴിഞ്ഞ് വന്നപ്പത്തിന് നമ്മളെ കുക്കർ 2-3 വിസിലടിച്ചിരുന്നു. അതൊന്ന് ഓഫ് ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ദോശയും പാടെ ചുടുകയാണ് കേട്ടോ. പിന്നെ ഈ അരി അരച്ച് ദോശ ചുടുമ്പോൾ നമ്മളെ ഷാലൂന് എന്തുണ്ട് ഇതിങ്ങനെ ഓട്ട കാണണം.
എന്താ ഇമ്മ ഇത് ഇങ്ങനെയെന്ന് പറയാൻ നിൽക്കും. നമ്മൾ എങ്ങനെ ആയാലും പൊടി കലക്കി അപ്പം ചുടുമ്പോൾ നിറച്ച് ഓട്ട കാണും. ഈ ഇങ്ങനെ ദോശ ചുടുമ്പോൾ ഓട്ട കാണൂലല്ലോ. അപ്പം ഞാൻ കൽപ്പിച്ച് കൂട്ടിയിട്ട് ഇത് ഇവിടേക്കൊന്നും പാരാതിരിക്കണതാണ് കേട്ടോ. നല്ല സർന്നനെ കലക്കിങ്ങാണ്ട് അങ്ങോട്ട് പൊരിച്ച് കൊടുക്കും. പിന്നെ ആ ദോശച്ചട്ടിയിൽ തന്നെ ഇതാ നമ്മൾ മീൻ പൊരിച്ചാട്ടിട്ടുണ്ട്. പിന്നെ ഈ ദോശച്ചട്ടിയിൽ ദോശ ചുടുമ്പോൾ എന്താ വെച്ചാൽ രണ്ടെണ്ണം തിന്നണോടത്ത് ഒന്ന് തിന്നാൽ മതി, പണി എളുപ്പം കഴിയും. അങ്ങനെ മീൻ പൊരിച്ചാൻ വെച്ചതിൻ്റെ ശേഷം ഇതാ ഞാൻ വെല്ലുള്ളി അരിഞ്ഞെടുക്കണത് നമ്മൾ മുരിങ്ങൻ്റെ ഉപ്പേരി വെക്കാനാണ്. ശാലുവിന് എന്തേലും ആയിട്ട് ഉപ്പേരി കൊണ്ടുപോകണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അതവിടെ വെച്ചതിൻ്റെ ശേഷം ഞാൻ കൊലായൊക്കെ ഒന്ന് അടിച്ചോരാൻ വന്നു. അപ്പോൾ കണ്ടില്ല നിങ്ങളിപ്പോൾ തിരുമ്പൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ തിരുമ്പൽ കുറേ നേരം വെగ్గലൈകാരം. പിന്നെ നമ്മളെ ശാലുവിന് കുറച്ച് എഴുതാനും പഠിച്ചാനൊക്കെ ഉണ്ട് കാരണം അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചോരൽ കഴിഞ്ഞ് വന്നപ്പത്തിന് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിരുമ്പൽ കഴിഞ്ഞ് വന്നപ്പത്തിന് ചോറ് ഒന്നും പാടെ വേവാണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി വെച്ചതിൻ്റെ ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ലേശം കടുക് ഇട്ട് കൊടുത്തിട്ടോ. വെളിച്ചെണ്ണയിലാണ് മുരിങ്ങൻ്റെ ഇല വെക്കുന്നത്. കടുക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വെല്ലുള്ളി കനത്തിൽ നുറുക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നങ്ങോട്ട് വാടട്ടെ. ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ മീനിങ്ങനെ കടന്ന് മുരിയണു. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മീൻ മസാല ഇടുമ്പോൾ എന്താ വെച്ചിട്ടാൽ ലേശം ഇട്ടാൽ മതി കേട്ടോ. കളറില്ലെങ്കിലും നല്ല എരി ഉണ്ടാവും. അങ്ങനെ അത് മറിച്ചിട്ട് കൊടുത്ത് വന്നിട്ട് നമ്മൾ ഉള്ളി ഒരു ചെറിയൊരു വാടൽ വാടിയിരുന്നു. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി എടുക്കുകയാണ് കേട്ടോ. തോനെ വെള്ളം പാരാൻ പറ്റൂല. ഒരു കുഞ്ഞിക്കൈയിൽ വെള്ളം പാർന്ന് കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ച് ഒരുപാട് നേരം വേവാൻ നിൽക്കണ്ട. പിന്നെ ചോറ് ഇതാ ഇവിടെ വാർത്ത് വെച്ച് വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ പാത്രത്തിലാക്കി വെക്കട്ടെ. ഇത് ഈ കുടുക്കയിൽ തന്നെ വെച്ചാൽ ചോറ് ഇങ്ങോട്ട് കട്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ 2 പാത്രത്തിലാക്കിയിട്ട് ഇതാ റൈസ് കുക്കറിൽ വെക്കും. ഈ ഒരു പാത്രം ഇപ്പം അടച്ച് വെച്ചതാണ് ഞങ്ങൾക്ക് ഉച്ചക്ക് തിന്നാനുള്ള ചോറ് കേട്ടോ. ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ അടച്ചിട്ട് റൈസ് കുക്കർക്ക് വെക്കും. ചോറ് വാർത്തിട്ട് റൈസ് കുക്കറിൽ വെച്ചാൽ നമുക്കൊരു കേടുണ്ടാവില്ല. നമ്മൾ ആ കഞ്ഞിവെള്ളത്തോടുക്കനെ വെച്ച് ആ വെള്ളം വറ്റിയിട്ട് ചോറ് തിന്നുമ്പോൾ വലിയ രസമൊന്നും കിട്ടില്ല. നമ്മളെ ശരീരത്തിന് അത് വല്ലാത്തൊരു കേടുമാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ അങ്ങനെ കാട്ടുന്നത് ഞാൻ കാണലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എനിക്ക് പറ്റുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്. അതിൻ്റെ ശേഷം അതാണ് നമ്മളെ മുരിങ്ങൻ്റെലൊക്കെ വാടി വന്നപ്പോൾ 2 മുട്ട പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാതെ മുട്ടയും നമ്മളിപ്പോൾ ഉപയോഗിച്ചില്ല. എന്നാൽ കാര്യം നടക്കും വേണം. അപ്പോൾ 2 മുട്ട പാർന്ന് കൊടുക്കും. നല്ലൊന്ന് വെറുതെന്നൊന്നുണ്ട് ഇളക്കിയെടുത്തിട്ട് നമ്മൾ മുരിങ്ങാത്തോരനായിട്ടുണ്ട് കേട്ടോ. ഇനി വെറും മുരിങ്ങി മുട്ടയാണെങ്കിൽ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മുരിങ്ങൻ്റെ ഉപ്പേരി വെച്ച് നോക്കൊണ്ടു. അതിലിടയ്ക്ക് നമ്മളെ മീൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് മാങ്ങി വെക്കട്ടെ. നമ്മളെ കുക്കറൊന്ന് തുറന്ന് കാണിച്ച് തരാം. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ല കളറുമാണ്. നമ്മൾ ചിക്കൻ വെച്ച മാതിരി തന്നെയാണേനും ചിക്കൻ മസാല ഇട്ട് വെച്ചതാ. വേറൊരു മല്ലിയോ മഞ്ഞളോ മുളകോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം അതിൻ്റെ വെള്ളം ഒന്നും പാടെ ഇങ്ങോട്ട് വറ്റിച്ചാണ് കേട്ടോ. നല്ല സർന്നനാവുമ്പോൾ വലിയ ഇതിൽ അത് കുറുന്നനായി കൂട്ടുമ്പോഴാണ് ഭയങ്കര രസം. അങ്ങനെ നമ്മളിതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. രസം മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഒന്നും പാടെ രസം കൂടും. അതിൻ്റെ ശേഷം ആ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ മോര് കറി വെക്കണത്. വെറും മോരുള്ളൂ കേട്ടോ. ഒന്നും നമുക്ക് കറി വെക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ലേശം കടുക് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞുങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൊടി വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോവോളം വാട്ടിയിട്ട് നമ്മൾ മോരൊന്ന് അങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. മോര് പാർന്നിട്ട് വല്ലാതെ തിളക്കാൻ നിൽക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ മോര് പിരിഞ്ഞുങ്ങാണ്ടാവും. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ തീയൊന്ന് അങ്ങോട്ട് ഓഫാക്കുക. അപ്പം നമ്മളെ കറിയൊക്കെ നല്ല കളറായി വരും. അങ്ങനെ ശാലുവിന് എണ്ണയൊക്കെ വിളിച്ച് നോക്കുമ്പോൾ ഒരു മണവും ചൂരൊന്നുമില്ല. അപ്പോൾ പോയി നോക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് കസാലയിൽ ഉറങ്ങിയിരിക്കണു. അപ്പോൾ എണ്ണ ഒന്ന് തേച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. അങ്ങനെ എണ്ണയ്ക്കൽ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മളെ മോര് കറി നല്ലൊന്ന് തിളച്ചു കേട്ടോ. വല്ലാതെ തിളക്കാൻ നിൽക്കരുത്. കണ്ടില്ല നിങ്ങളൊന്ന് പിരിഞ്ഞ മാതിരി ആയിട്ടുണ്ടല്ലോ. ഞാൻ തീ കുറച്ചുകൊണു വെച്ചിട്ടില്ല ഇതിലായിരുന്നു കേട്ടോ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാൻ നിന്നത്. അങ്ങനെ അന്നത്തെ വിഭവങ്ങളൊക്കെ ഇതവിടെ വീതനമ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ശാലുവിന് ചോറാക്കണം. അങ്ങനെ ശാലുവിനെ കുളിച്ചാൻ പറഞ്ഞയച്ചു. അതിലിടയ്ക്ക് ഇൻ്റെ ഇരുന്ന് വേസ്റ്റും പാത്രം ഇവിടെ ഒന്ന് വീണു കേട്ടോ. ഉള്ളിത്തോല് ഇതൊക്കെ ഞാനൊരു പാത്രത്തിലിടത്. അത് നിലത്തേക്ക് അങ്ങോട്ട് വീണു.
ആകെ മൊത്തം അങ്ങോട്ട് പരന്നിട്ടോ. അപ്പം ഇനി ഇത് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഔത്തൊക്കെ അടിച്ചോരിയതല്ലേ. അപ്പം ഇനിയും അടിച്ച് കോരണ്ടി വരും. കാലുമ്മ കൂടെ അങ്ങോട്ട് പോവും നേരം വൈകിയിട്ടുണ്ടെങ്കിൽ. അപ്പം അത് കണ്ണും മൂക്കൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാതും ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഷാലുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പത്തിന് ഞാൻ ഇപ്പാക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യം ഇപ്പാക്കില്ലത് കാച്ചാണ്. നല്ല പൊടി ഇടണം. ഇതിൻ്റെ ഒപ്പം ഞമ്മക്ക് ചായ കാച്ചാൻ പറ്റൂല. അപ്പം അതൊന്ന് വെട്ടി തിളച്ചോട്ടെ. അപ്പം ഇതിന് നമ്മളെ ഷാലുവിന് ചോറാക്കാണ്. അപ്പം ഞാൻ ഷവർമ്മയുടെ എല്ലാം ഒന്നും കൊടുക്കണില്ല കേട്ടോ. അതിന് 2 കഷ്ണം തെരഞ്ഞങ്ങാണ്ട് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. തിരയാനൊന്നും ഇല്ല, എന്നാലും ഇല്ലേന്ന് തിരഞ്ഞാക്കിയിട്ടുണ്ട്. കറി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ആക്കി കൊടുത്തു. ലേസം വത്തൾ പൊരിച്ചതും അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് സമാധാനത്തിൽ അങ്ങോട്ട് ചായ കുടിച്ചായിരുന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏതാ മസാല എന്ന്. ഇപ്പാക്ക് പിന്നെ അതിൻ്റെ രസം അറിയാം. നല്ല പറ്റിയിരിക്കണം കേട്ടോ. നല്ലൊരു ചൂരും ചൊയൊക്കെയാണ് ഈ മസാലക്ക്. നമ്മളെ ഇവിടുത്തെ ചിക്കൻ മസാലയുടെ മാതിരിയല്ല. അങ്ങനെ ഞാൻ ചായ എടുക്കണേലിടക്ക് ഒന്നങ്ങോട്ട് നീച്ച് പോയി. സാലൂന് വെള്ളമാക്കിയിരുന്നില്ല കേട്ടോ. ഇനി അത് അങ്ങനെ അങ്ങോട്ട് മറക്കും. കുട്ടി ചിലപ്പോൾ അത് അങ്ങനെ ബാഗിലിട്ട് പോകും. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം മോനക്ക് കുപ്പിയിൽ വെള്ളമാക്കി ഷാലും മോനൊക്കെ ഇവിടെ ഇരുന്നുങ്ങാണ്ട് നമ്മളെ സവർമ്മയുടെ എല്ല് തിന്നുങ്ങാണ്ട് ഇരിക്കാണ്ട് നല്ല പറ്റിയിരിക്കണു. കുറേ ആയല്ലേ കിട്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മളെ ഷാലുവിന് യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പൊലിവിൽ ഇതാ സ്കൂൾക്ക് പോവാൻ നിൽക്കണു. അപ്പോൾ ഈ യൂണിഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് എഴുതി. ഇതിപ്പോൾ കൊല്ലം പുതിയതാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിരുന്നു നിങ്ങൾ ട്രൈപോഡ് എവിടുന്നാണ് വാങ്ങിയത്. നമ്മൾ ഷോപ്സിയിൽ വില കമ്മി കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഫോൺ വെക്കണ ആ സാധനം മാത്രം 2 എണ്ണത്തിന് 100 രൂപയുടെ ഉള്ളിലാണ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ കമൻറ്റ് എഴുതണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. അസ്സലാമു അലൈക്കും.